എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും ടാലന്റ് അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരി 24 തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോർഷൻസ് ആണ്. അപ്പോൾ നമ്മളത് പഠിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോടൊരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. നമ്മുടെ 10th പ്രിലിംസിനോടനുബന്ധിച്ച് ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ടാലന്റ് അക്കാഡമിയുടെ 10th പ്രിലിംസ് റാങ്ക് ഫയലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസത്തെ ഒരു എക്സാം സീരീസ് ആണത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ആ എക്സാം സീരീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കരുത്, 60 ദിവസത്തെ എക്സാം സീരീസ് ആണ് 10th പ്രിലിംസ് റാങ്ക് ഫയലിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ചിട്ടയായിട്ടും പഠനം നടത്താനായിട്ട് ഏറ്റവും ഉചിതമായ ഒരു മാർഗം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസിന് ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. മാത്രമല്ല നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും മറക്കില്ലേ. നമുക്കപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫെബ്രുവരി 24 പ്രത്യേകതയെക്കുറിച്ചാണ്. എന്താണ് ഫെബ്രുവരി 24? ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനമാണ്. എന്താണ്? സെൻട്രൽ എക്സൈസ് ദിനമാണ് ഫെബ്രുവരി 24. അപ്പോൾ എന്തിനാണ് ഈ ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ആക്ട് നിലവിൽ വന്ന ദിനമാണ് ഫെബ്രുവരി 24. എന്താണ് ആക്ട് എന്ന് നോക്കാം. സെൻട്രൽ എക്സൈസ് ആൻഡ് സോൾട്ട് ആക്ട് നിലവിൽ വന്ന ദിവസമാണ് ഫെബ്രുവരി 24 എന്ന് പറയുന്നത്. അപ്പോൾ 1944 ഫെബ്രുവരി 24 എന്ത് നിലവിൽ വന്നത്? സെൻട്രൽ എക്സൈസ് ആൻഡ് സോൾട്ട് ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ സോൾട്ട് ബേസ് ചെയ്തിട്ടുള്ള കൺസോളിഡേറ്റ് ചെയ്യാനും അമെൻഡ് ചെയ്തിട്ടുമുള്ള ഒരു ആക്ട് ആയിരുന്നു 1944 ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ആൻഡ് സോൾട്ട് ആക്ട് ആയിട്ട് നിലവിൽ വന്നത്. ഇനി ഈ ഒരു ദിവസം നമ്മൾ എന്തിനാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 24 ആചരിക്കുന്നത് പഠിച്ചു. അത് ഈ ഒരു ആക്ട് നിലവിൽ വന്നതുകൊണ്ട്, ഈ ഒരു ആക്ടിനെ കമ്മമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഫെബ്രുവരി 24 എന്തായിട്ട് ആചരിക്കുന്നത്? സെൻട്രൽ എക്സൈസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിലെ ഓരോ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ, നമ്മുടെ രാജ്യത്തിന് നൽകുന്ന സേവനങ്ങളെയും ആദരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആദരിക്കാനായിട്ട് ഉള്ള ഒരു ദിനമാണ് സെൻട്രൽ എക്സൈസ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 24 പ്രത്യേകതയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഫെബ്രുവരി 24 എന്താണ്? സെൻട്രൽ എക്സൈസ് ദിനമാണ്. സെൻട്രൽ എക്സൈസ് ദിനമാണ് ഫെബ്രുവരി 24. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദേശീയ വാർത്തയാണ്. ദേശീയ വാർത്ത എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എന്നുള്ളൊരു തലക്കെട്ടിന് കീഴെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എന്ത് നിലയിൽ വരികയാണ്? നമുക്കറിയാം, നമ്മുടെ പല എക്സ്പ്രസ് വേകളും ഫോറസ്റ്റിലൂടെ പാസ് ചെയ്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ കാടിനകത്തു കൂടിയുള്ള എക്സ്പ്രസ് വേകളുണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സ്പ്രസ് വേയിൽ കൂടെ മൃഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വന്യജീവികൾ പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്രസ് വേയിലൂടെ അല്ലെങ്കിൽ കാടിനകത്തുകൂടെ കടന്നു പോകുന്ന എക്സ്പ്രസ് വേയിൽ കൂടെ ഈ വന്യജീവികൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാനായിട്ട് സുരക്ഷിത യാത്രയൊരുക്കാനായിട്ട് ഹരിതപാത നിർമ്മിക്കുന്നു. എന്ത് നിർമ്മിക്കുന്നു? ഹരിതപാത. അപ്പോൾ ഈ ഹരിതപാത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയും പോലെ ഒരു മേൽപ്പാലമാണ്. ഹരിത മേൽപ്പാലം ഒരു എക്സ്പ്രസ് ഹൈവേയിലാണ് ഒരുങ്ങുന്നത്. ഈ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് നാഗ്പൂരിലാണ്. എവിടെയാണ്? നാഗ്പൂരിലെ. അപ്പൊ നാഗ്പൂരിലെ ഇങ്ങനെ മൃഗങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കാട്ടിലൂടെ കടന്നു പോകുന്ന എക്സ്പ്രസ് വേയിൽ സുരക്ഷിതമായിട്ട് മൃഗങ്ങൾക്ക് മുറിച്ചു കിടക്കുന്നതിനായിട്ടുള്ള ഹരിത പാത അല്ലെങ്കിൽ ഹരിത മേൽപ്പാലം ഒരുങ്ങുന്ന നാഗ്പൂരിലെ എക്സ്പ്രസ് ഹൈവേ ആണ് ബാല സാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗ്. എന്താണ്? ബാല സാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ ബാല സാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗിൽ എന്താണ് നിലവിൽ വരുന്നത്? ഒരു ഹരിത മേൽപ്പാലമാണ് നിലവിൽ വരുന്നത്. ഇനി ഈ ഹരിത മേൽപ്പാലം എന്തിനാണ് നിലവിൽ വരുന്നത്? അത് കാട്ടിലൂടെ കടന്നു പോകുന്ന എക്സ്പ്രസ് വേയിലൂടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗത സൗകര്യത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്ന എക്സ്പ്രസ് വേയിലൂടെ കാട്ടിലെ മൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് മറ്റ് ആപത്തുകളൊന്നും തന്നെ ഉണ്ടാകാതെ സുരക്ഷിതമായിട്ട്
ആ ഒരു റോഡ് കടക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് എന്തെന്ന് പറയുന്നത് ഈ ഹരിത മേൽപ്പാലം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവാണ് നാഗ്പൂരിൽ ഒരുങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ നാഗ്പൂരിലാണ് ഇത് നിലവിൽ വരുന്നത്. ഇനി ഈ ഒരു മൃഗങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ടാണല്ലോ ഈ ഹരിത മേൽപ്പാലം ഒരുങ്ങുന്നത്. ഈ മൃഗങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ ഒരു കാടിന്റെ പ്രതീതി ഉണ്ടാകാനായിട്ട് പാലങ്ങൾക്ക് മുകളിൽ ചെടികളും മരങ്ങളും കൂടി നട്ടുവളർത്തും. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു മേൽപ്പാലമായിരിക്കും ഈ ഒരു ഹരിത മേൽപ്പാലം എന്ന് പറയുന്നത്. ഒരുപാട് ചെടികളും മരങ്ങളും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു മേൽപ്പാലമായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ബാലസാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗ് എന്ന് പറയുന്നത് നാഗ്പൂരിനും മുംബൈക്കും ഇടയിലെ വനമേഖലയിലൂടെ കടന്നു പോകുന്നതാണ് ബാലസാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രസ് ഹൈവേ കടന്നു പോകുന്നത് ഏത് നഗരങ്ങൾക്കിടയിലാണ്? നാഗ്പൂരിനും മുംബൈക്കും ഇടയിലാണ്. ഇനി നാഗ്പൂരിനും മുംബൈക്കും ഇടയിലൂടെ കടന്നു പോകുന്ന ഈ ബാലസാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗിൽ 9 ഹരിത പാലങ്ങളും 17 അടിപ്പാതകളുമാണ് നിലവിൽ വരുന്നത്. അപ്പോൾ 9 ഹരിത പാലങ്ങളും 17 അടിപ്പാതകളുമാണ് ഈ ഒരു എക്സ്പ്രസ് വേയിൽ നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ബാലസാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 390 ഗ്രാമങ്ങളിലൂടെയും 10 ജില്ലകളിലൂടെയും കടന്നു പോകുന്ന പാതയാണ് ബാലസാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഇത് ഏത് നഗരത്തിലാണ് നിലവിൽ വരുന്നത്? അത് നാഗ്പൂരിലാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? അത് കാട്ടിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാട്ടിലൂടെ പോയിട്ടുള്ള ഈ എക്സ്പ്രസ് വേയിൽ കൂടെ മൃഗങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എക്സ്പ്രസ് വേ കടക്കുന്നതിനായിട്ടുള്ള നാഗ്പൂരിൻ്റെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മേൽപ്പാലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ വരുന്നത് ഏത് എക്സ്പ്രസ് ഹൈവേയിലാണ്? അത് ബാലസാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗിലാണ് ഈ ഒരു ഹരിത മേൽപ്പാലം ഒരുങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കൂടി അതിനോട് ചേർന്ന് പഠിക്കാം. മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? അത് ഉദ്ധവ് താക്കറെയാണ്. അപ്പോൾ ഉദ്ധവ് താക്കറെയാണ് മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി. ഇനി മഹാരാഷ്ട്രയുടെ ഗവർണർ ആരാണ്? അത് ഭഗത് സിംഗ് കോശ്യാരിയാണ് കേട്ടോ. അപ്പോൾ ഭഗത് സിംഗ് കോശ്യാരിയാണ് മഹാരാഷ്ട്രയുടെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളൊരു പുരസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നോക്കാം, ഈ പുരസ്കാരത്തിന്റെ പേരെന്താണ്? അത് സൻസദ് വിശിഷ്ടരത്ന പുരസ്കാരം. എന്താണ്? സൻസദ് വിശിഷ്ടരത്ന പുരസ്കാരം. അപ്പോൾ സൻസദ് വിശിഷ്ടരത്ന പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? അത് മികച്ച പാർലമെന്റേറിയന്മാർക്ക് നൽകുന്നതാണ് സൻസദ് വിശിഷ്ട പുരസ്കാരം. അപ്പോൾ സൻസദ് വിശിഷ്ടരത്ന പുരസ്കാരം എന്ന് പറയുന്നത് എന്താണ്? മികച്ച പാർലമെന്റേറിയന്മാർക്ക് പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ആണ് നൽകുന്നത്. അപ്പൊ ആരാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മികച്ച പാർലമെന്റേറിയന്മാർക്ക് നൽകുന്ന സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? NK പ്രേമചന്ദ്രനാണ്. അപ്പൊ NK പ്രേമചന്ദ്രനാണ് 2022 എന്ത് ലഭിച്ചത്? സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ സൻസദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം. സൻസദ് എന്ന് പറയുന്നത് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേം ആയതുകൊണ്ട് തന്നെ ഇത് പാർലമെന്റുമായിട്ട് അല്ലെങ്കിൽ പാർലമെന്റിലെ കാര്യനിർവഹണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഒരു അവാർഡാണെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഇനി ഈ അവാർഡ് NK പ്രേമചന്ദ്രന് ആദ്യത്തെ തവണയാണോ ലഭിക്കുന്നത്? അല്ല, ഈ 2022 അവാർഡ് കൂടിയാകുമ്പോൾ ഇത് 3ാമത്തെ തവണയാണ് NK പ്രേമചന്ദ്രൻ സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരത്തിന് അർഹനാകുന്നത്. മുൻപ് 2017 2019 NK പ്രേമചന്ദ്രന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, സൻസദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 2017 2019 ഇപ്പോൾ 2022. അങ്ങനെ 3ാമത്തെ തവണയാണ് സൻസദ് വിശിഷ്ട പുരസ്കാരം മാർക്ക് ലഭിക്കുന്നത്, NK പ്രേമചന്ദ്രന് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് പഠിക്കണം. ഇനി ഈ ഒരു അവാർഡ് നമ്മൾ ലഭിച്ച മലയാളികളെ മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ച മറ്റൊരു മലയാളിയാണ് KK രാഗേഷ്. KK രാഗേഷിന് എന്തിനാണ് ലഭിച്ചത്?
കഴിഞ്ഞ കാലയളവിൽ, അതായത് 2021 വിരമിച്ചവരുടെ വിഭാഗത്തിലാണ് കെ രാഗേഷിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. കഴിഞ്ഞ കാലയളവിൽ സഭയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സൻസദ് രത്ന നേടിയ വ്യക്തിയാണ് കെ രാഗേഷ്. അപ്പൊ കെ രാഗേഷിന് എന്താണ് ലഭിച്ചത്? സൻസദ് രത്ന. സൻസദ് രത്ന എന്തിനാണ് നൽകുന്നത്? കഴിഞ്ഞ കാലയളവിൽ സഭയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ആണ് ഈ ഒരു പുരസ്കാരം, അല്ലെങ്കിൽ മികച്ച പാർലമെന്റേറിയന് ആണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അങ്ങനെ നൽകിയ സൻസദ് രത്ന ലഭിച്ച മറ്റൊരു മലയാളിയാണ് ആര്? കെ രാഗേഷ്. അപ്പോൾ സൻസദ് രത്ന ലഭിച്ച മലയാളി ആരാണ്? കെ രാഗേഷ് ആണ്. അതിനു മുൻപ് നമ്മൾ എന്താണ് പഠിച്ചത്? സൻസദ് വിശിഷ്ട രത്ന ലഭിച്ച അല്ലെങ്കിൽ മൂന്നാമത്തെ തവണ 2022 അവാർഡ് കൂടിയാകുമ്പോൾ മൂന്നാമത്തെ തവണ സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NK പ്രേമചന്ദ്രനാണ്. ആർക്കാണ്? NK പ്രേമചന്ദ്രൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മലയാളി, ഈ ഒരു അവാർഡ് ലഭിച്ച മലയാളികളെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയും മറ്റൊരു രാജ്യവുമായിട്ടുള്ള ഒരു വ്യാപാര കരാറിനെ കുറിച്ചാണ്. എന്താണ്? വ്യാപാര കരാർ. അപ്പൊ ഈ വ്യാപാര കരാറിനെ അറിയപ്പെടുന്നത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നാണ്. എന്താണ് അറിയപ്പെടുന്നത്? സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അഥവാ CEPA എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ CEPA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ്. സമഗ്രമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് CEPA അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CEPAയിൽ ഒപ്പിടുന്ന അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ ആ ഒരു കരാർ പ്രകാരം അവരുടെ വ്യാപാര വാണിജ്യ നിക്ഷേപ പ്രവർത്തനങ്ങളിൽ സഹകരണം സൃഷ്ടിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വ്യാപാര കരാറിന്റെ, സ്വതന്ത്ര വ്യാപാര കരാറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്താണ് അവർ ചെയ്യുന്നത്? വാണിജ്യ അല്ലെങ്കിൽ വ്യാപാര മേഖലകളിൽ, അതുപോലെ തന്നെ നിക്ഷേപ മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ സഹകരണം. അതിപ്പോ ഡിജിറ്റൽ വ്യാപാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു CEPA എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ ഒപ്പിട്ട ഈ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം 10 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഒരു CEPA അല്ലെങ്കിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അല്ലെങ്കിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഈ രാജ്യവുമായിട്ട് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. അത് ഏത് രാജ്യമാണ്? അത് UAE ആണ്. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായിട്ടാണ് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ എന്തൊപ്പുവെച്ചത്? സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ CEPA എന്ന് പറയുന്നത് വ്യാപാരത്തിലെയും നിക്ഷേപങ്ങളിലെയും സാമ്പത്തിക പങ്കാളിത്തവും മറ്റു മേഖലകളുടെയും ചർച്ചകൾ ഉൾക്കൊള്ളുന്ന ഒരു ഉടമ്പടിയാണെന്ത്? CEPA എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, രണ്ട് രാജ്യങ്ങളുടെയും പല മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ് CEPA എന്ന് പറയുന്നത്. ആ ഒരു ഉടമ്പടിയിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നുണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വരുന്നുണ്ട്, കസ്റ്റമർ കോർപ്പറേഷൻ വരുന്നുണ്ട്, ട്രേഡ് ഫെസിലിറ്റേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ചില മേഖലകൾ കൂടി ഈ ഒരു സാമ്പത്തിക നമ്മുടെ നേരത്തെ പറഞ്ഞ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ മേഖലകൾ എടുത്തു പറയാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലെയും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകൾ കൂടി ഈ ഒരു കരാറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഇന്ത്യയും UAEയുമായിട്ട് ഒപ്പുവെച്ച CEPA പ്രകാരം അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 90% കയറ്റുമതിക്കും, എത്ര ശതമാനമാണ്? 90% കയറ്റുമതിക്കും ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണ കുറച്ച് സാധനങ്ങൾ, അപ്പോൾ ഓരോ രാജ്യത്തും ഇപ്പോൾ ഒരു രാജ്യത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ചാർജ് കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവിടെ താരിഫ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് അവിടെയുള്ള നമ്മുടെ ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് വളരെ പ്രശ്നം കൂടുതലായിരിക്കും. കാരണം നമ്മൾ എന്താണോ
അവിടെ ഇറക്കുമതി ചെയ്യുന്നത് ആ സാധനത്തിന് ഇന്ത്യൻ സാധനങ്ങൾക്ക് നിർമ്മിത വസ്തുക്കൾക്ക് ആ ഒരു രാജ്യത്ത് വില കൂടുതലായിരിക്കും. അപ്പോൾ വില കൂടുതലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ഈ ഒരു സാധനം ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ താരിഫോ ഡ്യൂട്ടിയോ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ UAE-യിലേക്ക് എന്ത് ചെയ്യാം? കയറ്റുമതി ചെയ്യാം. മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ സാധനങ്ങൾക്ക് അവിടെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രോഡക്ട്സിന് കൂടുതൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഈ ഒരു സാധനങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ UAE-യിലെ പ്രൊഡ്യൂസേഴ്സിനും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ കാര്യമാണ് ഇത് 90% കയറ്റുമതിക്കും ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ആക്സസിൽ തന്നെ സാധന, സേവന, ഡിജിറ്റൽ വ്യാപാരവും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളും ഉൾപ്പെടുന്നുണ്ട്, സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ പ്രോഡക്ട്സ് മാത്രം ചിന്തിക്കാതെ സർവീസും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉൾപ്പെടുന്നുണ്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ വ്യാപാരവും കൂടി ഉൾപ്പെടുന്ന ഒരു കരാറാണ് CEPA ആയിട്ട് ഒപ്പുവെച്ചത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാപാര മേഖലകൾ മാത്രമല്ല മറ്റു ചില മേഖലകൾ കൂടി ഈ ഒരു കരാർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്റ്റൻഷൻ പ്രകാരം എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്? ഹരിതോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുമായി സംയുക്തമായിട്ട് ഇന്ത്യയും UAE-യും സംയുക്തമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സെഞ്ചുറിയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ലൈമറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത്. കാലാവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സഫർ ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ഇന്ത്യയും UAE-യും കൂടെ ഈ ഒരു CEPA വഴി ഗ്രീൻ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു മേഖലയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മിക്കവാറും വരുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ CEPA നമ്മളൊരു വ്യാപാര കരാറാണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരുമ്പോൾ തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ആലോചിക്കണം. വ്യാപാരം, സാമ്പത്തികം, മറ്റ് ചില മേഖലകൾ കൂടി കവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യ UAE ബന്ധമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യ UAE CEPA ആണ് പറയുന്നത്. ഓക്കെ, അതിന് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കിയാൽ UAE-യിലെ സുപ്രധാന തുറമുഖ നഗരമായ ജബൽ അലിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കായിട്ട് ഒരു ഭക്ഷ്യ ഇടനാഴിയും ഇന്ത്യ മാർട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭക്ഷ്യ ഇടനാഴിയും ഒരു ഇന്ത്യ മാർട്ടും ക്രിയേറ്റ് ചെയ്യുന്നു. അത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? UAE-യിലെ പ്രത്യേക സാമ്പത്തിക മേഖല ആയിട്ടുള്ള ജബൽ അലി തുറമുഖത്താണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു IIT ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യമായിട്ട് UAE-യിൽ ഇന്ത്യൻ IIT, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് ഇന്ത്യക്ക് ഒരു IIT വരുന്നു. അതെവിടെയാണ്? UAE-യിലാണ്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന്റെ ബേസിലാണ്? അത് ഈ ഒരു കരാറിന്റെ ബേസിസിലാണ് ഈ ഒരു IIT UAE-യിൽ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മിനിമം ഈ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ CEPA-നെ കുറിച്ച് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്താണ് CEPA എന്ന് പറഞ്ഞു, ഏതൊക്കെ മേഖലകൾ സ്പെസിഫിക് ആയിട്ട് ഇത് കവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ അനന്തരഫലമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ അപ്ഡേഷൻസ് നമ്മളിനി വരുന്ന ക്ലാസ്സിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ഉണ്ടോ നമ്മൾ അതൊക്കെ പഠിക്കും. നിങ്ങളൊരു വലിയ നോട്ടായിട്ട് തന്നെ, ബിക്കോസ് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷത്തിനിടെയുള്ള ഇന്ത്യയുടെ ആദ്യ CEPA ആണ് ആരുമായിട്ട് ഒപ്പുവെച്ചത്? UAE-യുമായിട്ട് ഒപ്പുവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ UAE ഈ ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്നുള്ള നോട്ടോട് കൂടി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയും മറ്റൊരു രാജ്യവുമായിട്ട് ഒപ്പുവെച്ചൊരു കരാറിനെ കുറിച്ചാണ്. ഈ കരാർ എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കരാറാണ്? ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. എന്തിനാണ് ഈ ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നത്? അതൊരു പ്രത്യേക മേഖലയിലെ സഹകരണത്തിന് വേണ്ടിയിട്ടാണ്. ഏതാണ് പ്രത്യേക മേഖല? അത് ബ്ലൂ ഇക്കോണമി, അതുപോലെ തന്നെ ഓഷ്യൻ ഗവേണൻസ്. അപ്പോൾ ഈ രണ്ട് മേഖലയാണ് ബ്ലൂ ഇക്കോണമിയിലും ഓഷ്യൻ ഗവേണൻസിലുമുള്ള
സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ്. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തുകളിൽ ഒന്നാണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സമുദ്രാതിർത്തികൾ എന്ന് പറയുന്നത് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമുദ്രാതിർത്തികളെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള റിസോഴ്സിനെ എപ്രകാരം നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹനം അല്ലെങ്കിൽ ആ ഒരു ബൈലാറ്ററൽ എക്സ്ചേഞ്ചിനെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇന്ത്യയും ഫ്രാൻസുമായിട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് എന്തിനു വേണ്ടിയിട്ടാണ് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യയുമായിട്ട് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയത്? റോഡ് മാപ്പ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലൂ ഇക്കോണമിയിലും ഓഷ്യൻ ഗവേണൻസിനുമുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലൂ ഇക്കോണമിയിലും ഓഷ്യൻ ഗവേണൻസിലുമുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ധാരണയിൽ ആര് ഏർപ്പെട്ടത്? ഇന്ത്യയും ഫ്രാൻസും ഏർപ്പെട്ടത്. ഇനി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ബൈലാറ്ററൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഈ റോഡ് മാപ്പ് തയ്യാറാക്കിയത് ഒരു മിനിസ്റ്റീരിയൽ ഫോറം വഴിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിനിസ്റ്റീരിയൽ ഫോറം വഴിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇൻഡോ പസഫിക് മേഖലയിലെ കോപ്പറേഷന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു റോഡ് മാപ്പ് ആര് തയ്യാറാക്കിയിരിക്കുന്നത്? ഇന്ത്യ ഫ്രാൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ മേഖലകളാണ് ഈ ഒരു റോഡ് മാപ്പിൽ കവർ ചെയ്യുന്നത് നോക്കാം. സമുദ്ര വ്യാപാരം, നാവിക വ്യവസായം, മത്സ്യബന്ധനം, സമുദ്ര സാങ്കേതിക വിദ്യ, ശാസ്ത്ര ഗവേഷണം, തീരദേശ പരിപാലനം, ഉൾനാടൻ ജലപാതകൾ. അപ്പോൾ തീർന്നിട്ടില്ല, നമ്മൾ പ്രധാനപ്പെട്ട ചില മേഖലകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമിയെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓഷ്യൻ ഗവേണൻസിൻ്റെ ഏറ്റവും പുത്തൻ സാധ്യതകൾ വികസിപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് മറ്റൊരു രാജ്യവുമായിട്ട് ഫ്രാൻസുമായിട്ട് ചേർന്നിട്ട് അത് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് തയ്യാറാക്കിയ ഈ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ചോദ്യം ഇതിൽ നിന്ന് വരാനുള്ള സാധ്യത, ഈ ഒരു 2022 ഫെബ്രുവരിയിൽ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് തയ്യാറാക്കിയ റോഡ് മാപ്പ് താഴെ പറയുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ABC വ്യാപാരം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെ കുറച്ച് വരാം. അതിൽ തന്നെ ഒരു ബ്ലൂ ഇക്കോണമി അല്ലെങ്കിൽ ഓഷ്യൻ ഗവേണൻസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇതാണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാകണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇൻഡോ പസഫിക് റീജിയണിലെ രണ്ട് രാജ്യങ്ങളുടെയും കോപ്പറേഷനാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ സമുദ്രത്തിലെ റിസോഴ്സും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല സാധ്യതകളും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണിത് ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങളെ കുറിച്ചാണ്. അപ്പോൾ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം NFT അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യയായ NFT നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. നമ്മൾ കേന്ദ്ര ബജറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺസിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു നമ്മൾ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ NFT ആയിട്ട് വിൽപ്പനയ്ക്ക് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ചിത്രങ്ങളാണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ചിത്രങ്ങളാണ്? റീക്ലൈനിങ് നായർ ലേഡിയും കോക്കറ്റ് എന്ന് പറയുന്ന 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചരിഞ്ഞു കിടക്കുന്ന ഒരു നായർ സ്ത്രീ, അതുപോലെ തന്നെ ഒരു നിൽക്കുന്ന ഒരു സ്ത്രീ. ഈ 2 ചിത്രങ്ങളാണ് പ്രധാനപ്പെട്ട നമ്മുടെ രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങൾ. അപ്പോൾ റീക്ലൈനിങ് നായർ ലേഡിയും കോക്കറ്റും ഈ 2 ചിത്രങ്ങൾ. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ചിത്രങ്ങളായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ വിൽപ്പനയ്ക്ക് ഒരുങ്ങിയിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ 2 ചിത്രങ്ങളായതുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ ഇനി ഈ ഒരു നമ്മൾ പറഞ്ഞു NFT അല്ലെങ്കിൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ആയിട്ടാണിത് വിൽപ്പനയ്ക്ക് ഒരുങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ചിത്രങ്ങൾ ഡിജിറ്റലായിട്ട് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ ലെഡ്ജറിലായിരിക്കും ഈ ഒരു ഡേറ്റ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഡിജിറ്റൽ ഡേറ്റ സൂക്ഷിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ ലെഡ്ജറിലാണിത് സൂക്ഷിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ
ഈ ഒരു ഡിജിറ്റൽ ലെഡ്ജർ നമുക്ക് എങ്ങനെ നമ്മളിത് കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിത്രങ്ങൾ, സംഗീതം, വീഡിയോകൾ തുടങ്ങിയ വിവിധ തരം ഡിജിറ്റൽ ഫയലുകളെ NFT ടോക്കണുകളാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ NFT ടോക്കണുകളാക്കി മാറ്റിയ ഈ ഡിജിറ്റൽ ലെഡ്ജറുകളെ നമുക്ക് എന്ത് ചെയ്യാം? ക്രിപ്റ്റോ കറൻസി വഴി നമുക്ക് ലോകത്ത് എവിടെയിരുന്നും വാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ നാഷണൽ ട്രഷറായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് വിൽക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ NFT വഴിയാണ് ഡിജിറ്റൽ രൂപത്തിലുള്ള രവിവർമ്മയുടെ ചിത്രങ്ങൾ വിൽക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 2 ചിത്രങ്ങളാണ് ഇതുപോലെ എന്ത് ചെയ്തിരിക്കുന്നത്, വിൽക്കാനായിട്ട് ഒരുങ്ങിയത്. ഏതൊക്കെയാണ്? റീക്ലൈനിങ് നായർ ലേഡിയും കോക്കറ്റുമാണ്. റീക്ലൈനിങ് നായർ ലേഡിയും കോക്കറ്റുമാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങളും എന്ത് വഴിയാണ്? NFT വഴി, അഥവാ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ചിത്രങ്ങൾ, വീഡിയോകൾ, സംഗീതം എന്നിവ നമുക്ക് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ ലെഡ്ജറിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഡിജിറ്റൽ ലെഡ്ജർ അല്ലെങ്കിൽ ടോക്കൺസ് ആയിട്ട് മാറിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ഡിജിറ്റൽ ഫയലുകളെ നമുക്ക് എന്താക്കി മാറ്റാം? ഇങ്ങനെ ഈ ഡിജിറ്റൽ ഫയലിൽ വെച്ചിരിക്കുന്ന ഈ വീഡിയോ, ഫോട്ടോ എന്നിവയെ നമുക്ക് ടോക്കൺ ആക്കി മാറ്റാം. ഈ ടോക്കണുകൾ ആരുടെ കൈവശമാണോ അവരുടെ കൈവശം നമുക്ക് ഭദ്രമായിരിക്കും. നമുക്ക് മാത്രമല്ല, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലോകത്ത് എവിടെ നിന്നും ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് നമുക്ക് വാങ്ങാമെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും വരും. എന്തൊക്കെയാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ വിറ്റ് പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചിത്രങ്ങൾ രണ്ടും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് NFT കുറിച്ചുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ക്രിപ്റ്റോ കറൻസികൾക്ക് ഇന്ത്യയിൽ നിലവിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഒരുപാട് ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചും ഇതുപോലെ ഡിജിറ്റൽ അസറ്റ്സിനെ കുറിച്ചുമുള്ള ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പരസ്യങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ ഈ ക്രിപ്റ്റോ കറൻസികൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ വിർച്വൽ ഡിജിറ്റൽ ആസ്തികകളുടെ അസറ്റ്സിന്റെ മേൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആരാണ്? അത് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്തിനു മേളിലാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്? ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിർച്വൽ ഡിജിറ്റൽ ആസ്തികകളുടെ പരസ്യങ്ങൾക്കാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്, വിർച്വൽ ഡിജിറ്റൽ ആസ്തികളുടെ പരസ്യങ്ങളുടെ മേല്. അപ്പോൾ എന്താണ് ഈ ഒരു നിയന്ത്രണം എന്ന് ചോദിച്ചാൽ, ഈ ഒരു ക്രിപ്റ്റോ ഉൽപ്പന്നങ്ങളും NFT-കളും വലിയ റിസ്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ അവ അൺറെഗുലേറ്റഡ് ആണെന്നും അതുപോലെ തന്നെ ഇത്തരം ഇടപാടുകൾ വഴി നഷ്ടമുണ്ടായാൽ അതിന് നിയമപരമായ ഒരു പിന്തുണയും ലഭിക്കുകയുമില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ പരസ്യത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നിയന്ത്രണമാണ് പ്രധാനമായിട്ടും നമ്മുടെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ക്രിപ്റ്റോ ഉൽപ്പന്നങ്ങളും NFT-കളും വഴി വലിയ റിസ്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അവ അൺറെഗുലേറ്റഡ് ആണ്, അവയിൽ നിന്നും റിസ്ക് ഉണ്ടായാൽ യാതൊരുവിധ നിയമപരിരക്ഷയും ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് ആരറിയിച്ചിരിക്കുന്നത്? അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് 2022 ഫെബ്രുവരിയിൽ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിർച്വൽ ഡിജിറ്റൽ ആസ്തികളുടെ പരസ്യങ്ങൾക്ക് കർശനമായിട്ട് നിയന്ത്രണം, അപ്പോൾ പരസ്യങ്ങൾക്കാണ് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു അപ്പോയിൻമെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നിയമിതനായത് ഒരു ഇന്ത്യനാണ്. ഏത് പൊസിഷനിലേക്കാണ് നിയമിതനായത്? അത് രാജ്യാന്തര റബ്ബർ പഠന സംഘം അല്ലെങ്കിൽ ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് KN രാഘവൻ. അപ്പോൾ KN രാഘവൻ എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ റബ്ബർ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ സംഘടനയിൽ ഇന്ത്യക്ക് ഇപ്പോൾ ചെയർമാൻഷിപ്പ് അല്ലെങ്കിൽ ചെയർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വർഷത്തേക്കാണ് KN രാഘവൻ ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് നിയമിതനായത്. ഇനി ഒരു ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും, അപ്പോൾ അത് മനുഷ്യനിർമ്മിതമായതും സിന്തറ്റിക്കും 2 രീതിയിലുള്ള റബ്ബർ
ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഇന്റർനാഷണൽ റബ്ബർ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2022 നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ റബ്ബർ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന KN രാഘവനാണ് ചെയർമാൻ ആകാനായിട്ട് സാധിച്ചത്. അപ്പോൾ 2011 ഇതുപോലെ അധ്യക്ഷ പദവി ഇന്ത്യക്ക് ലഭിച്ചിരുന്നപ്പോൾ ആരായിരുന്നു ആ ഒരു പദവി അലങ്കരിച്ചിരുന്നത്? ഷീല തോമസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 2022 ആർക്കാണ് ലഭിച്ചത്? KN രാഘവനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംയുക്ത അഭ്യാസത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സംയുക്ത അഭ്യാസം എന്ന് പറയുന്നത് ഒരു സംയുക്ത വ്യോമാഭ്യാസം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വാർഷിക വ്യോമാഭ്യാസമാണ്. അപ്പോൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വാർഷിക വ്യോമാഭ്യാസം. അപ്പോൾ അതിന്റെ പേരെന്താണ്? കോബ്ര വാരിയർ 22. അപ്പോൾ കോബ്ര വാരിയർ 22 എന്താണ്? അത് നമ്മുടെ റോയൽ എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വാർഷിക വ്യോമാഭ്യാസമാണ് കോബ്ര വാരിയർ 22 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഈ ഒരു ആനുവൽ എക്സസൈസിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന്, അതായത് ഒരുപാട് രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റ്സ് അണിനിരക്കുന്ന ഈ ഒരു വ്യോമാഭ്യാസത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് തദ്ദേശീയമായിട്ടുള്ള IAF ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ആണ്. അപ്പോൾ ഈ ഒരു വ്യോമാഭ്യാസത്തിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോബ്ര വാരിയർ 22. ഇതിന്റെ വേദി എന്ന് പറയുന്നത് ബ്രിട്ടനിലെ വാഡിംഗ്ടൺ ആണ് കേട്ടോ. അപ്പൊ ബ്രിട്ടനിലെ വാഡിംഗ്ടണിലാണ് ഇത് നടക്കുന്നത്, ഈ വ്യോമാഭ്യാസം നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മറ്റ് രാജ്യങ്ങളിലെ UK മറ്റ് ലീഡിംഗ് എയർഫോഴ്സുകളുടെയും എയർക്രാഫ്റ്റ്സിനോടൊത്ത് അണിനിരക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അണിനിരക്കുന്നത് ഏതാണ്? നമ്മുടെ തേജസ് ആണ്. IAF ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള തേജസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ കോപ്പറേഷൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു മേഖലയിൽ വ്യോമാഭ്യാസ മേഖലയിൽ രാജ്യങ്ങളുടെ സഹകരണവും സഹവർത്തിത്വവും വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ആനുവൽ എക്സസൈസ് കൂടിയാണ് ഈ കോബ്ര വാരിയർ 22 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഓർത്തിരിക്കുക. ഇതിൻ്റെ വേദി വാഡിംഗ്ടൺ ബ്രിട്ടൻ ആണ്. ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന തേജസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റോയൽ എയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണിത് ഈ ഒരു ആനുവൽ എക്സസൈസ് നടക്കുന്നത്. അടുത്ത നമ്മളൊരു പുതിയ സ്പീഷീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അടുത്തിടെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ, അതായത് തട്ടേക്കാട് നിന്നും കണ്ടെത്തിയ ഒരു ശുദ്ധജല ആവാസ വ്യവസ്ഥകൾ വസിക്കുന്ന പുതിയ ഇനം തവളയാണ് യൂഫൈലെക്റ്റിസ് ജലധാര. അപ്പോൾ ഈ ഒരു തവള എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ ആവാസ വ്യവസ്ഥയുള്ള അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ കഴിയുന്ന തവള ആയതുകൊണ്ട് തന്നെ ഇതിനെ ജലധാര എന്നുള്ള പേര് കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തിയ നമ്മൾ പറഞ്ഞു എറണാകുളം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്നാണ് ഈ ഒരു ജലധാര എന്ന് പറയുന്ന പുതിയ തരം ശുദ്ധജലത്തിൽ ജീവിക്കുന്ന തവളയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി 2021 ഇതുപോലെ ഈ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ തട്ടേക്കാട് നിന്ന് കണ്ടെത്തിയ ഈ ശുദ്ധജലത്തിൽ വസിക്കുന്ന മറ്റൊരു തവളയാണ് ഫ്രൈനോഡെർമ കേരള. ഫ്രൈനോഡെർമ. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ അല്ലെങ്കിൽ 2022 ഫെബ്രുവരിയിൽ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ശുദ്ധജല ആവാസ വ്യവസ്ഥയിലെ തവളയാണ് യൂഫൈലെക്റ്റിക്സ് ജലധാര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരപ്രകൃതി അല്ലെങ്കിൽ അത്തരത്തിൽ ചർമ്മമുള്ള ഒരു തവളയാണ് യൂഫൈലെക്റ്റിക്സ് ജലധാര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കണ്ടെത്തിയതാണ് ഫ്രൈനോഡെർമ കേരള എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മളൊരു അവാർഡാണ് പഠിക്കാൻ പോകുന്നത്. ഈ അവാർഡ് നൽകുന്നത് ഫെബ്രുവരി 24 റവന്യൂ ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫെബ്രുവരി 24 എന്ന് പറയുന്നത് റവന്യൂ ദിനമാണ്. അപ്പൊ ഈ റവന്യൂ ദിന ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ റവന്യൂ അവാർഡാണ് നമ്മുടെ അടുത്ത പഠന വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ റവന്യൂ അവാർഡിൽ മികച്ച കളക്ടറേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. അപ്പൊ മികച്ച കളക്ടറേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കളക്ടറേറ്റും മികച്ച ജില്ലാ കളക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് നിന്നുള്ള മൃണ്മയി ജോഷി, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള നവജോത് ഖോസ, ആലപ്പുഴയുള്ള അലക്സാണ്ടർ. അപ്പോൾ ഈ 3 ജില്ലാ കളക്ടർമാരെയാണ് മികച്ച ജില്ലാ കളക്ടർമാരായിട്ട് 2021 റവന്യൂ അവാർഡ്സിൽ
തിരഞ്ഞെടുത്തത്. അപ്പോൾ 2021 റവന്യൂ അവാർഡ്സിൽ മികച്ച കളക്ടറേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ഇനി മികച്ച താലൂക്ക് യൂണിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കണയന്നൂരാണ്. അപ്പോൾ എറണാകുളത്തെ കണയന്നൂരാണ് മികച്ച താലൂക്ക് യൂണിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ റവന്യൂ അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഓർത്തിരിക്കുമല്ലോ, മികച്ച കളക്ടറേറ്റ് തിരുവനന്തപുരം, മികച്ച ജില്ലാ കളക്ടർ മൃണ്മയി, നവജോത് ഖോസ, അതുപോലെ തന്നെ അലക്സാണ്ടർ, ഇവർ 3 പേരുമാണ്. ഓക്കെ, ഇനി നമുക്ക് വേഗം റാപ്പിഡ് റിവിഷനിലേക്ക് പോകാം. 2021 റവന്യൂ അവാർഡ്സിൽ മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ മികച്ച പാർലമെന്റേറിയന്മാർക്ക് നൽകുന്ന സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം 2022 അർഹനായത് NK പ്രേമചന്ദ്രൻ, മലയാളിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3ാമത്തെ തവണയാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചു കാട്ടിലൂടെ കടന്നു പോകുന്ന എക്സ്പ്രസ് വേ സുരക്ഷിതമായിട്ട് മുറിച്ചു കിടക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഹരിത മേൽപ്പാലം ഒരുങ്ങുന്ന നാഗ്പൂരിലെ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? അത് ബാലാ സാഹേബ് താക്കറെ സമൃദ്ധി മഹാമാർഗാണ്. ഇനി നമ്മൾ പറഞ്ഞു ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിർച്വൽ ഡിജിറ്റൽ ആസ്തികളുടെ പരസ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ അസ്കി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ രാജ്യാന്തര റബ്ബർ പഠന സംഘം ചെയർമാനായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ KN രാഘവനാണ്. ഇന്ത്യയുമായിട്ട് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച രാജ്യം UAE ആണ്. അതുപോലെ തന്നെ 2022 ഫെബ്രുവരിയിൽ ബ്ലൂ ഇക്കോണമിയിലും ഓഷ്യൻ ഗവേണൻസിലുമുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണയിലായ രാജ്യം ഫ്രാൻസ് ആണെന്ന് പറഞ്ഞു. ഇനി 2022 ഫെബ്രുവരിയിൽ പുതിയ സാങ്കേതിക വിദ്യയായ NFT, നമ്മൾ NFT എന്താണെന്ന് പറഞ്ഞു, അതിലൂടെ വിൽപ്പനയ്ക്കൊരുങ്ങുന്ന രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങളാണ് റീക്ലൈനിങ് നായർ ലേഡിയും കോക്കറ്റും എന്ന് പറഞ്ഞു. ഇനി ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള റോയൽ എയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വാർഷിക അഭ്യാസമാണ് കോബ്ര വാരിയർ 22. ഇനി പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ശുദ്ധജല ആവാസ വ്യവസ്ഥകൾ വസിക്കുന്ന പുതിയ ഇനം തവളയാണ് യൂഫൈലക്റ്റിക്സ് ജലധാര. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2022 ഫെബ്രുവരിയിൽ 12ാമത് പ്രസിഡന്റ്സ് ഫ്ലീറ്റ് റിവ്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അതിന് വേദിയായത് A വിശാഖപട്ടണം, B ചെന്നൈ, C ഗോവ, D ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ മാനസിക സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിനായി ആരംഭിച്ച പദ്ധതി? A മാറ്റം, B ബ്ലോസം, C സ്നേഹസ്പർശം, D കൂട്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നദികളിൽ നൈറ്റ് നാവിഗേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് അസമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. പണമിടപാടുകളിലെ ഡിജിറ്റൽ വൽക്കരണത്തിനായി ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം ഏതായിരുന്നു? അത് നേപ്പാളാണ്. ഓപ്ഷൻ C നേപ്പാൾ. അപ്പോൾ ഇത്രയാണ് 2022 ഫെബ്രുവരി 24 നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോർഷൻസ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. മാത്രമല്ല നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം ചോദിച്ച 2 ക്വസ്റ്റ്യൻസിന് ആൻസർ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം.